ട്യൂഷൻ സെന്റർ നടത്തുന്ന പ്രകാശിന്റെ അച്ഛൻ നിങ്ങളല്ലേ? പ്രകാശിന്റെ അച്ഛനാ? ഞാനാ? എന്നവൻ പറഞ്ഞ? അല്ല, എനിക്ക് പുള്ളിയെ കണ്ടിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന് ഇവിടെ പറഞ്ഞതിന് അവൻ താമരയ്ക്ക് ചോദിച്ചു ചോദിക്കണം. അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് പോയിന്ന് പറഞ്ഞു. വായി തൊലയിട്ട് അവനിവിടെ വീടും കൂടിയൊന്നും ഇല്ല. ഇവിടെ വല്ലതും വന്നാ മരിച്ചു എൻ്റെ അമ്മയാണ് ഞാൻ അവനെ കല്ലെടുത്തെറിഞ്ഞു പൊട്ടിക്കും. അത്രയ്ക്ക് കലിയുണ്ട് സാറേ എനിക്ക്. സാറിനറിയാം, സ്വന്തം തള്ള ആശുപത്രിയിൽ ചാവാൻ കടന്നപ്പോ ഒന്നും നോക്കാത്തവനാണ്. അല്ല, ഇവിടെ അല്ല പിന്നെ എവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും? അവന്റെ കാര്യം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവനായി അവന്റെ പാടായി. അവന് മാലിയിലെന്തര ഉദ്യോഗം കിട്ടിയെന്ന പോയിന്ന കേട്ട്. അവൻ മാലിയിലെന്നല്ല ചന്തലിൽ പോയാലും കോണം പിടിക്കൂല. അത്രയ്ക്ക് ഞങ്ങളെ ദ്രോഹിച്ചവനാണ്. ഞങ്ങളെ മാത്രമല്ല, പാവം പിടിച്ച ആ കെട്ടിയോളെ അവൻ പോയ പിന്നെ അവള് വേറെ കെട്ടി. അവൾ അന്തസ്സായിട്ട് ജീവിക്കണം. ആ പെണ്ണ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ സാറേ? മോളെ, പരീക്ഷയല്ലേ, പഠിക്കണ്ടേ? മോൾ ഉറങ്ങിക്കോ. മോഹനോട് സ്ഥിരം നടക്കാൻ വരാറുണ്ടോ? അങ്ങനെയുള്ള ദൂശ്യമൊന്നും എനിക്ക് നേരത്തില്ല. പിന്നെ എന്താ ഇവിടെ? അല്ല, ഞാൻ ആശാനെ കാണാൻ തന്നെ വന്നാണ്. എന്താ കാര്യം? ആശാനെ പണച്ചാക്ക് നേടണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ അങ്ങനെ ആളെന്ന് കണ്ടെന്ന് മാത്രമല്ല, ആശാന്റെ വീട് സ്ഥലം ഞാൻ കച്ചവടമാക്കിയിട്ട് വരുന്നത്. രഹസ്യം പാർട്ടി എന്ന് പറഞ്ഞാൽ രഹസ്യം പാർട്ടിയാ. ഇനി എഴുത്തൂത്ത് എന്ന് നടത്താമെന്ന് മാത്രം ആശാൻ പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം കറണ്ട് പോലെ ടക്കിനെ നടത്തും. എന്റെ വീട് സ്ഥലം കൊടുക്കാൻ പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? പുഷ്പരാജൻ. ആശാനെ വരുമോൻ, അല്ലാതെ ആര് പറയാൻ? പുഷ്പരാജൻ? നീ അല്ലാതെ അവന്റെ വാക്കും കേട്ട് ഇറങ്ങുമോ? നീ നോക്കിക്കോ, നിന്നെയും കൂടെ അവൻ തൂക്കി വിറ്റുകളെ. അമ്മാതിരി മോലാവൻ. ഞാൻ പറഞ്ഞത് ആശാന്റെ മോക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 4.5 സെന്റും വീടൂല്ലേ പനവിള മുക്കിലുള്ളത്, അതാണ്. അല്ലാതെ ആശാൻ താമസിക്കുന്ന വീട് സ്ഥലം കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കേട്ടാ അത് കൊടുക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞത്? ഇല്ല, ഞാൻ കേട്ടില്ല. പക്ഷെ പുഷ്പരാൻ പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ധാരണയിൽ എത്തിയെന്നാ പറഞ്ഞത്. അല്ല, എന്തായാലും ആശാൻ മൂത്തം കൊടുക്കാനുള്ളതല്ല. ആശാനെ നിന്ന് ഓക്കെ,
അങ്ങോട്ടിരിക്കുക. എനിക്ക് നടന്ന് സംസാരിച്ച് ശ്വാസം കിട്ടൂല. പിന്നെ ഈ മണ്ണും കൂടി ആകുമ്പോഴേ കാലിലെ മസിൽ പിടിക്കും. ഓ പോയിരി. ബാ. ആശാനി തിരുവാതിര നിർത്താമോ? കാര്യം പറഞ്ഞു. മോഹന, എൻ്റെ മോക്ക് എന്ത് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന പുഷ്പരാജൻ പറയുന്ന കണക്കിനല്ല ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആശാൻ എടുത്തടിച്ചിങ്ങനെ പറയല്ലേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് സമാധാനമായിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഞാനതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പാർട്ടിനെ പിടിച്ചെടുത്തിക്കോളാം. ഇതിലിപ്പോൾ ആലോചിക്കാനും തീരുമാനിക്കാനും ഒന്നുമില്ല. നീ ആ പുഷ്പരാജൻ്റെ കാര്യം പറഞ്ഞ എൻ്റെ പിറകെ വരരുത്. നീ ചെല്ല്. എല്ലാം ശരിയാന്ന് ഒരുമാതിരി കരപ്പനടിച്ച് തോർത്തു പോലെയല്ല. ആശാൻ ഇതുപോലെ ഒരു പാർട്ടിന് ഒത്തിട്ടും പാടാണ്. ഇതാകുമ്പോൾ ടെക്കിന് കാര്യം നടക്കും, ചോദിക്കണ കാശും കയ്യിലിരിക്കും. ആശാൻ ഒന്നുകൂടി ഞാനേ 2 റൗണ്ട് കൂടെ നടന്നിട്ട് വരാം. നീ പോവല്ലേ? ഞാൻ കുറച്ചു നേരമൊക്കെ ഇരുന്നൊന്ന് ദേഹമൊക്കെ തണുപ്പിച്ചിട്ടേ പോണുള്ളൂ. ഓ അതെ, നടക്കുമ്പോൾ മനസ്സിരുത്തി ആലോചിച്ചിട്ടേ മാറ്റമുണ്ടെങ്കിൽ കുറച്ചായിട്ടൊന്ന് വിളിച്ച് പറയണേ. ഞാൻ കുറച്ചായിട്ട് വിളിക്കാം. ഹലോ ബോറൻ സാറല്ലേ? റൂബൻ സാറല്ലേ? ഞാനാ മോനാ. മോഹനാണ്. അത് നമ്മൾ നേരത്തെ ഒരു സ്ഥലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായില്ലേ? ഓണർ അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ വരെ പോയേക്കണേ. വന്ന ടക്കനെ നമുക്ക് നീക്കമൊക്കെ ഉണ്ടാക്കാം. ശരി സാറേ, ഓക്കെ. ആ ചേച്ചി, നീ വിളിച്ചിരുന്നല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നടാ നിന്നെ. എന്താ ചേച്ചി വിശേഷിച്ച്? എടാ, റീനമോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ നാളായില്ലേ അവള് നിന്നെ വിളിച്ചിട്ട്. നീ ഫോൺ കട്ട് ചെയ്യേ, ഞാൻ നിന്നെ വീഡിയോ കോളിൽ അങ്ങോട്ട് വിളിക്കാം. ശരി ചേച്ചി. ഫോൺ വെച്ചോ. ഇതാ മോളെ, അച്ഛനാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു മോളെ? ജോലി കുഴപ്പമില്ല അച്ഛാ. നീ എത്ര ദിവസമായി ഒന്ന് വിളിച്ചിട്ട്? ഞാൻ വിളിക്കുമ്പോൾ തിരിച്ചെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതല്ലേ? അച്ഛാ, എനിക്കങ്ങനെ സംസാരിക്കാനൊന്നുമില്ല, അതാ വിളിക്കാത്ത. നീ എന്നെ വിളിക്കണ്ട, ഗിരിജാൻ്റെ ഒന്ന് വിളിച്ചുകൂടെ? നീ ജീവിച്ചിരിക്കുന്നെങ്കിലും ഒന്ന് എനിക്കറിയണ്ടേ? വിളിക്കാം. എത്ര നാളെന്ന് വെച്ചിട്ടാ മോളെ നീ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നേ? നാട്ടിലോട്ട് വരുന്ന കാര്യം മോളെന്തെങ്കിലും തീരുമാനിച്ചോ? മോക്കവിടെ സുഖമാണോ? സുഖാണ്. അച്ഛന് സുഖമാണോ? അച്ഛന് സുഖമാണ്. അച്ഛാ, ക്യാബ് വരാറായി. ഞാൻ ഗിരിജാൻ്റെ കൊടുക്കാം. ഇടയ്ക്ക് വിളിക്കണം മോളെ കേട്ടാ? ശരി അച്ഛാ. സന്തോഷമായിട്ടിരി. ശരി മോളെ, ഡീ പോയാലും നീ ഇടയ്ക്ക് വരില്ലേ? വരുമല്ലോ. ശരി, വരാം. നീ സമാധാനമായിട്ടിരിക്കടാ. ഒന്നുമില്ലെങ്കിലും അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി അവളെ കാണില്ലേ? ചേച്ചി അവിടെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. ചേച്ചി നീ വിഷമിക്കണ്ടടാ, ഇപ്പൊ പഴയതിനൊക്കെ മാറ്റമില്ലേ? നീ വെയ് ഫോൺ, ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. ശരി ചേച്ചി.